ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ ഈ അടുത്ത് വന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു കമ്മീഷൻ യോഗ തീരുമാനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടും കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ 2026 ജൂലൈ 13 കമ്മീഷൻ യോഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയ കുറച്ച് പോസ്റ്റുകൾ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 11ാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ്, കേരള ലോകായുക്ത എന്നിവിടങ്ങളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ അടുത്ത, അതായത് ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങൾക്ക് അടുത്തൊരു അവസരമാണ് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇപ്പം തന്നെ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലേ, യൂണിവേഴ്സിറ്റികളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. അതേ യോഗ്യത തന്നെയാണ് ഇവിടെയും വേണ്ടി വരുന്നത്, ഡിഗ്രിയും അതേപോലെ തന്നെ KGT. ഓക്കെ, ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ LD ടൈപ്പിസ്റ്റും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഈ 3 പോസ്റ്റുകളും ഒറ്റ എക്സാം ആയിട്ടാണ് നടത്തിയത്. എന്നിട്ട് 3 റാങ്ക് ലിസ്റ്റ് ഇട്ടു. അതേപോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യം നടക്കാൻ സാധ്യത. കാരണം LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ കുറച്ച് നേരത്തെ വന്നു, ഒരു 6 മാസം മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റും കഴിഞ്ഞ മാസം വന്നു. അപ്പോൾ അതാ അടുത്തത് സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഈ 3 എക്സാമും കൂടി ഒരുമിച്ച് തന്നെയായിരിക്കും വരാനായിട്ട് ഉണ്ടാവുക. അപ്പം അത് മാത്രമല്ല അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം വന്ന വേറെയും നോട്ടിഫിക്കേഷൻ ഉണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കും കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതാണ്, നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതുമാണ്. അപ്പോൾ അതിന് എല്ലാം കൂടി ഒരൊറ്റ എക്സാം നടക്കാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു വർഷം 2026 തുടക്കത്തിൽ ടെൻറ്റേറ്റീവ് കലണ്ടർ PSC ഇറക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്ടോബർ മാസത്തോടു കൂടി, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആണ് ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ ആ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെപ്റ്റംബർ വരെയുള്ള കലണ്ടർ വന്നു, ഇനി ഒക്ടോബറിലെ കലണ്ടറാണ്. അപ്പോൾ പ്രതീക്ഷിക്കാം എന്നായിരിക്കാം, ഈ ഒക്ടോബറിൽ ചിലപ്പോൾ ഈ ഒരു എക്സാം ഉണ്ടായിരിക്കാം. ടൈപ്പിസ്റ്റും അതുപോലെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റും ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 കമ്പനി ബോർഡ് ഇതെല്ലാം ഒറ്റ എക്സാം ആയിട്ട് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠനം ഉഷാറാക്കുക. അപ്പോൾ നമ്മുടെ I+ൽ കോച്ചിങ് അവൈലബിൾ ആണ്. നിങ്ങൾ കോഴ്സ് കൃത്യമായിട്ട് തന്നെ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, കോഴ്സ് എടുത്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് I+ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ I+ന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേഷൻസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.